ഞങ്ങൾ ആദ്യം അവരോട് ചോദിച്ചു ഞങ്ങളൊക്കെ ഇതുവഴി ഇറങ്ങിയാൽ തിരിച്ചു വരുമോന്ന്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. വിയറ്റ്നാം വാറിനെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വിയറ്റ്നാം വാറിൽ പ്രധാന പങ്ക് വഹിച്ച കൂച്ചി ടണൽസ് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ കൂച്ചി ടണൽ കാണാൻ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ടൂർ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതല്ലാതെ നമ്മൾ തനിയെ പോവുകയാണെങ്കിൽ നമുക്ക് വെറുതെ കണ്ടുവരാമെന്നേ ഉള്ളൂ. അതിൻ്റെ ഓരോ കാര്യങ്ങളും അത് ഡീറ്റെയിൽസും ഒന്നും നമുക്കങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഒരു ടൂർ ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഒരു ഗൈഡഡ് ടൂറാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഏർലി മോർണിംഗ് ഒരു 7:30-7 o'clock തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 hours ജേർണി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ജേർണി ആക്ച്വലി ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഞങ്ങളുടെ ടൂർ ഗൈഡ് പുള്ളിക്കാരത്തി ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു പുള്ളിക്കാരത്തിയായിരുന്നു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. What is ma? Ma means mother. Mommy. Mama. And next one, the map here is going down. We call it ma. Ma. We mean ma. Yeah, ma means however. However. And next one, the map here, there's a question mark on the top. We call it ma. Ma. Yeah, ma. Ma means boom or brave. And next one, this map. The map goes up and goes down. Like when you get drunk, you drink 100 cans of beer. When you get drunk, you call it ma. Ma. Ma means a horse. And last but not least, there's a dog here. Not a letter A. We call it ma. Very strong. Ma. Yeah, strong, very strong. Ma. Ma means damn right. And ladies and gentlemen, right now we're coming to Chi Tunnel. കൂച്ചി ടണലിൽ എത്തുമ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് വാറിൽ യൂസ് ചെയ്തിരുന്ന കുറച്ച് എയർക്രാഫ്റ്റും ടാങ്ക്സും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ പോകുന്നത് ഗണ്ണിൻ്റെ ഒരു ഡിസ്പ്ലേ സെക്ഷനിലോട്ടാണ്. ഇവിടെ ഫുള്ള് വിയറ്റ്നാം വാറിൽ യൂസ് ചെയ്ത വെപ്പൺസ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. എക്സിബിഷൻ പോലെ യൂസ് ചെയ്തിരുന്ന മറ്റേ ഫോണാണോ ഇത്? വയർലെസ് ഇതല്ലേ, ഫ്രീക്വൻസി മറ്റേ ഇതൊക്കെ. അവർ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ, ഇവർക്ക് ഒത്തിരി ഗണ്ണുണ്ട്. ഇപ്പം ഗണ്ണിന്റെ പേരോ അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നോ അങ്ങനെ ഒന്നും ഇവർക്ക് അറിയില്ല എന്നിപ്പം. അത്രയും മാത്രം ഗൺസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വാറിൻ്റെ ടൈമിൽ യൂസ് ചെയ്തിരുന്ന റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഷെൽ ലോഞ്ചേഴ്സ്, ഷെൽസ്, അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് കണ്ടോ, ഇത് 1 month ഗ്യാപ്പിൽ അവിടെ വീണിട്ടുള്ള ഷെൽസാണ്. അപ്പോൾ കുറേ ഷെൽസൊക്കെ പൊട്ടാതെയും ചിലതൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പൊട്ടാത്ത ഷെൽസൊക്കെ അവരെടുത്തിട്ട് റീസൈക്കിൾ ചെയ്ത് ബാക്കി റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ബാക്കിയുള്ള റിമെയിൻസ് ആണ് അവരിങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചേക്കുന്നത്. വിയറ്റ്നാം വാറിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറിയൊരു ഐഡിയ തരാം. 1950കളിൽ വിയറ്റ്നാം 2 പാർട്ടായിരുന്നു, സൗത്ത് വിയറ്റ്നാമും നോർത്ത് വിയറ്റ്നാമും. നോർത്ത് വിയറ്റ്നാമിന് സോവിയറ്റ് യൂണിയൻ്റെ സപ്പോർട്ടും സൗത്ത് വിയറ്റ്നാമിന് US-ൻ്റെ സപ്പോർട്ടും ആയിരുന്നു. അപ്പോൾ കൺട്രീനെ റീയൂണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നൊരു വാറായിരുന്നു ഇത്. അപ്പോൾ ഈ വാറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാമിനെ കോൺകർ ചെയ്ത് US ആർമീനെ തുരത്തി ഓടിച്ച് കൺട്രീനെ റീയൂണൈറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു US ആർമീനെ എങ്ങനെയാണ് ഇവർ ചെറുത്തു നിന്നതെന്ന്? ഒളിപ്പോരാട്ടം എന്ന് കേട്ടിട്ടില്ലേ? ഗറില്ല വാർഫെയർ. അതായിരുന്നു അവരുടെ മേജർ യുദ്ധതന്ത്രം. അതിനായിട്ട് അവർ മെയിനായിട്ടും യൂസ് ചെയ്തിരുന്നത് ടണൽ സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു ടണൽ സിസ്റ്റമാണ് കൂച്ചി ടണൽസ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കൂച്ചി ടണലും അതിൽ ഒളിച്ചിരിക്കുന്ന അത്ഭുതങ്ങളും ഒക്കെയാണ്. My class, come inside please. Hurry up. Ladies and gentlemen, please look at this map. Look at this map. This is the map of Cu Chi district, Cu Chi Tunnel. And right now we're here. We are on the top of Cu Chi district. ഈ ടണൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് ഫ്രഞ്ച് കൊളോണിയൽ ടൈമിലാണ്. പിന്നീട് വിയറ്റ്നാം വാറിൻ്റെ ടൈമിൽ ഇത് ഓൾമോസ്റ്റ് ഒരു 200 കിലോമീറ്റേഴ്സോളം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ മാപ്പിൽ കാണുന്ന റെഡ് കളർ ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ കൂച്ചി ടണൽസ് വരുന്ന ഏരിയ. പിന്നെ ബ്ലൂ കളറിൽ കാണുന്നത് US ആർമി ബേസും പിങ്ക് കളറിൽ കാണുന്നത് വാർ സോൺസും ആണ്. കൂച്ചി ടണലിന് സൈഗൺ റിവറുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഈ വാർ സപ്ലൈസ്, ഫുഡ് അങ്ങനത്തെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് സൈഗൺ റിവറാണ്.
ഇതാണ് ടണലിൻ്റെ ലേ ഔട്ട്. ഒരു ടെക്നോളജിയും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു ടണൽ സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്തത് കാണുമ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും. 3 ലെവൽസ് ആയിട്ടാണ് ടണൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ലെവൽ വന്നിട്ട് 3 to 4 മീറ്റേഴ്സ് ഡെപ്ത് ഉണ്ട്. അവിടെ കിച്ചൺ ബങ്കേഴ്സ്, സ്ലീപ്പിംഗ് ബങ്കേഴ്സ്, മീറ്റിംഗ് റൂംസ്, പിന്നെ അവർക്ക് മൂവ് ഒക്കെ ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഒക്കെ ചെയ്യാനായിട്ടുള്ള സ്പേസാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 6 to 8 മീറ്റേഴ്സ് ഡെപ്ത് ഉണ്ട്. അവിടെ കൂടുതലും മെഡിസിൻസ് സ്റ്റോർ ചെയ്യാനും ഇഞ്ചേർഡ് ആയിട്ടുള്ള സോൾജേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നതും ഓൾഡ് പീപ്പിൾ, പിന്നെ ബേബീസ് അങ്ങനെയുള്ളവരൊക്കെ ഉള്ള ലെവലാണ് സെക്കൻഡ് ലെവൽ. തേർഡ് ലെവൽ വന്നിട്ട് 10 to 12 മീറ്റേഴ്സാണ് ഡെപ്ത്ത്. അവിടെ വാട്ടർ വെൽസ്, പിന്നെ എമർജൻസി എക്സിറ്റ്, എസ്കേപ്പ് എക്സിറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് തേർഡ് ലെവലിലാണ്. റിവർ ആക്സസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവർ തേർഡ് ലെവലിൽ ഈ കിണർ കൺസ്ട്രക്ട് ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അതിനൊരു റീസൺ ഉണ്ട്. US ആർമി നമ്മുടെ സായ്ഗൺ റിവറിൽ ഏജൻറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പോയിസൺ ഇട്ടിട്ട് ഇവർക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത, ആ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഗറില്ല സോൾജേഴ്സ് ഫോളോ ചെയ്തിരുന്ന 3 കൺസെപ്റ്റാണ് ടോക്കിംഗ് വിത്തൗട്ട് സൗണ്ട്, കുക്കിംഗ് വിത്തൗട്ട് സ്മോക്ക്, വാക്കിംഗ് വിത്തൗട്ട് ഫുട് പ്രിൻറ്റ്സ്. അപ്പോൾ ടോക്കിംഗ് വിത്തൗട്ട് സൗണ്ട് എന്ന് പറയുമ്പോൾ അവർ കൂടുതലും ആക്ഷൻസിലൂടെയും സിഗ്നൽസിലൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. സെക്കൻഡ് വൺ കുക്കിംഗ് വിത്തൗട്ട് സ്മോക്ക്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് സ്മോക്ക് വരും. അപ്പോൾ ഈ സ്മോക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ US ഹെലികോപ്റ്റേഴ്സ് അത് കണ്ടിട്ട് അവിടെ ബോംബ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഈ സ്മോക്കിനെ 2-3 വാട്ടർ ലെവൽസിലൂടെ പാസ് ചെയ്ത് അതിൻ്റെ സ്മോക്കിൻ്റെ ഡെൻസിറ്റി കൂട്ടും. എന്നിട്ട് അത് മേലോട്ട് പോകുമ്പോഴത്തേക്ക് അധികം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോവില്ല, ഗ്രൗണ്ട് ലെവലിൽ തന്നെ അത് നിന്നിട്ട് സ്മോക്ക് അങ്ങ് ഡിസപ്പിയർ ആവും. ഇതിലിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ട്രാപ്സ് കാണാൻ പറ്റും. ഇതെന്തിനാണെന്നറിയോ? ടണൽ റാറ്റ്സിനെ പിടിക്കാനാണ്. എന്താണ് ഈ ടണൽ റാറ്റ്സ് എന്നല്ലേ? ഈ ടണൽസിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വിയറ്റ്നാമീസ് പീപ്പിളിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വിയറ്റ്നാമിലെ കുഞ്ഞു മനുഷ്യരാണല്ലോ, അപ്പോൾ അവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടണൽസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ US സോൾജേഴ്സായിട്ട് സൈസുള്ള ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള സോൾജേഴ്സിനെ അവർ ഹയർ ചെയ്തിട്ട് ഈ ടണൽസിലോട്ട് അവരെ ഇറക്കി വിടും അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവരെ പിടിക്കാൻ ട്രാപ്സാണ് ഈ ടണലിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ചിതൽപുറ്റ് കണ്ടോ? കണ്ടാൽ ഒറിജിനൽ ആണെന്നല്ലേ തോന്നൂ, പക്ഷേ ഇത് മാൻമെയ്ഡ് ആണ്. ടണൽ സിസ്റ്റത്തിലേക്കുള്ള വെന്റിലേഷനിന് വേണ്ടിയിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തതാണ് ഇതുപോലത്തെ ചിതൽപുറ്റ്. ഈ ഫോറസ്റ്റിലുടനീളം നമുക്ക് ഇതുപോലത്തെ ചിതൽപുറ്റൊക്കെ കാണാൻ പറ്റും. ഇത് മനസ്സിലാക്കിയ US ആർമി ഈ ചിതൽപുറ്റൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ട്രെയിൻഡ് ഡോഗ്സിനെ ഇറക്കി. കൂടുതലും ജർമ്മൻ ഷെപ്പേർഡ്സ് ആയിരുന്നു. ഡോഗ്സിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിയറ്റ്നാമീസ് ഈ ചിതൽപുറ്റിന് ചുറ്റും മുളക് പൊടി വിതറുകയും അമേരിക്കൻ സോൾജേഴ്സിൻ്റെ യൂസ്ഡ് ക്ലോത്ത്സ് ടണൽ എൻട്രൻസിലൊക്കെ ഇട്ട് അങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഡോഗ്സിനെ കൺഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറവായത് കാരണം ഇവർ ഈ ഡോഗ്സിനെ ഹണ്ട് ചെയ്ത് അത് ഫുഡാക്കാൻ തുടങ്ങി. അങ്ങനെ വിയറ്റ്നാമീസിൽ ഇപ്പോഴും കുറച്ച് ആൾക്കാർ ഈ ഡോഗ് മീറ്റ് ഫുഡായിട്ട് കഴിക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു. There have been Kong soldier in the past. Please look at them. There are 2 kinds of uniform. 2 kinds of uniform. Black uniform and green uniform. Green uniform goes for men and black uniform goes for women. Why? Because men have to go out, fight against the US directly. They have to wear. Look at this flag. I show you about Vietnamese flag. The red background and 5 wings fly in the middle. And this is not Vietnamese flag. This one is Vietnam independence flag. Please look at the background. 5 wings fly in middle are the same. And red background represent for the North Vietnam. Blue background represent for the South Vietnam. Because at that time Vietnam was divided into 2 parts. North Vietnam and South Vietnam. Right now we don't use it anymore. We just use it during the Vietnam War from 1954 until 1975. And when we got reunification, everything changed to the red color. This one Vietnam independence flag, but now we don't use it anymore. ഇത് ഹാമൊക്കെ അവര് റെസ്റ്റ് ചെയ്യാനും അതിനൊക്കെ കൊണ്ടുവരാൻ. ഇതുവഴി വെല്ല് എന്താ വാട്ടർ വെല്ലെന്നാണ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ വെല്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു ടണലാണ്. 10 മീറ്റർ കണ്ട് 10 മീറ്ററോ എത്ര ഡിസ്റ്റൻസ്? 10 മീറ്ററിന് 30 മീറ്റർ കണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്ന അവിടെ കൂടെ അവരവിടെ എത്തി. ഞങ്ങൾ ആദ്യം അവരോട് ചോദിച്ചു, ഞങ്ങളൊക്കെ ഇതുവഴി ഇറങ്ങിയ
തിരിച്ചു വരുമോന്ന്. ഓ ഭയങ്കര റിസ്ക്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. താങ്ക് യു. മേലെ നിന്ന് ലൈറ്റ് അടിച്ചു. ഈശ്വര, കുഴപ്പമൊന്നുമില്ല. എത്തി. നീ പതുക്കെ വന്നാ മതി, ഇതാ വേണ്ട. Are you okay? Welcome back. Thank you. My mom. Okay, everyone. Yeah. So this small hole, this is secret entrance. And in the past, the bunker was located underground. We had to come inside by small entrance. This one. And right now, if you want to try, yes, let's go down first. Just only 1 meter deep. And put some leaf on the top in the leaf. Put some leaf. Yeah, camouflage. And hold the leaf like this. Hold the leaf. Arms up. And this a bit slowly close the leaf. Yes. And you can go up naturally, but if you want, you can move along and go up by that one. Wow. More challenging. Just on 5 meters. Don't move along. Move along. Move along and go up there. Go up by that. Yeah, no. Bye-bye now. Tata. നല്ല ഇതിൽ എനിക്കതാ പൊക്കാൻ പറ്റാതെ തിരിച്ചു കയറുമ്പോ നോക്കിക്കോ. മതി മതി കുഴിച്ചു. അത് വിയാന്റെ പണിയാ. ഞാൻ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി. വലിയ ടണലും ഉണ്ട്. അപ്പൊ ഓ പിന്നെ കുഞ്ഞത കുഞ്ഞതാന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് അവർ ഈ ടണൽസിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ആക്കിയത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വർഷങ്ങളോളം ഈ കുഞ്ഞി ടണലിൽ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന്. കഴിഞ്ഞു. Welcome to Supreme Bunker. 1, 2, 3. ഓ ഇത് മീറ്റിംഗ് ബങ്കർ. Okay, ladies and gentlemen. Bye. ഇത് അവരുടെ മീറ്റിംഗ് റൂമാണ്. ഇവിടെ ബാറ്റ് ഉണ്ട്, ഒറിജിനൽ ബാറ്റ് കാണാൻ പറ്റില്ല. ഇത് 50 മീറ്റേഴ്സ് 30 മീറ്റർ 50 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടസ്റ്റ് 15 മീറ്റർ ഇതാണ് എക്സിറ്റ്, 30 മീറ്റർ 50 മീറ്റർ ഇങ്ങോട്ട് പോകണം. ഇത് ഇവരുടെ തന്നെ ഒരു ട്രാപ്പ്. ഫുള്ള് ഭയങ്കര ഇരുട്ടും ഭയങ്കര നമുക്ക് ക്ലോസ്ട്രോഫോബിക്കൊക്കെ ആയിട്ടുള്ളവർക്ക് പറ്റുകയില്ല ഇവിടെ. എന്നാ പിടിച്ചോടാ, ഞാൻ 2 കഴിയട്ടെ. ആ കൈ കഴുകി പോയാൽ കപ്പ പുഴുങ്ങിയ കപ്പ കിട്ടും. ഓ താഴെ ഡൈനിങ്ങിനുള്ള ടേബിളും ബെഞ്ചും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഗ്രൂപ്പ് വന്നത്. Family of sweet potato. This one is cassava, ടാപ്പിയോക്കയും പീനട്ടും സോൾട്ടും. And this is in here. This is peanut sauce. They grill peanut and
fried peanut and mixed peanut with salt and sugar. Okay, take a seat and have lunch. This is lunch. നല്ല ടേസ്റ്റ് ഉണ്ട്, കപ്പ കപ്പ നല്ല ടേസ്റ്റ് ഉണ്ട്. Cassava. കസാവ Go down a little bit. And then എങ്ങനെയുണ്ട്? കസാവ ഉപ്പിടാത്ത കപ്പ. ഉപ്പിടാത്ത കപ്പ. ഉള്ളിച്ചമ്മന്തിക്ക് പകരം പൊട്ടറ്റോ. ഇത് പഞ്ചസാരയാ, പഞ്ചസാര, പീനട്ട്, സോൾട്ട്. കപ്പലണ്ടി പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാരം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കപ്പലിന്റെ മെയിൻ പരിപാടിയാണ്. എന്ത് വാങ്ങിയാലും കിട്ടും കപ്പലണ്ടി. wow, the water. Butter here. Oh, this is exit for smoke. സ്മോക്ക് Go out, but it doesn't fly high. Just stay here, just only 2 meters here. സ്മോക്ക്. Smoke. From kitchen. Yeah, from the kitchen. But they cook there, but ഓ, നമ്മൾ കഴിച്ച കപ്പ കസാവ അതവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന. make smoke underground. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മോക്കിൻ്റെ ഇതല്ലേ. ഇവിടെ കുക്ക് ചെയ്യുന്നതാണ് അവിടെ സ്മോക്ക് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ദേ വിൽ മിക്സ് സ്മോക്ക് വിത്ത് വാട്ടർ അല്ലേ. സ്മോക്കും വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ സ്മോക്ക് അധികം വരില്ല. ടണൽസിൻ്റെ ഒക്കെ ഇത് കഴിഞ്ഞു. നമ്മൾ കിച്ചൺ ടണലും കുക്കിംഗ് ടണലും ഡൈനിങ് ടണലും ഒക്കെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് റേഞ്ചിലോട്ട് കൊണ്ടുപോകണം. ഇവിടെയാണ് മറ്റേ AK-47 ഒക്കെ വെച്ചിട്ട് നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റും. പെർ ബുള്ളറ്റ് കാശ് കൊടുത്താൽ മതി. ഇപ്പോഴും ആൾക്കാർ ഇവിടെ ഇരുന്ന് മിലിറ്ററി ഡ്രസ്സാണോ അത്? Please look at this one. What is this? What is this? Sandal. Yeah, exactly. This is sandal. In Vietnam, we call it Ho Chi Minh sandal or backward sandal. Backward sandal. Yes. In Vietnam, because soldiers was very poor, right? They didn't have enough this one. They had to collect cat tire, cat tire from the US sky, and then they cut them out to make this one. Make sandal like this. And in Cu Chi, there are 3 downs. 3 downs. Talking without sound. വാക്കിംഗ് വിത്ത് നോ Walking പ്രിന്റ്. without footprint. And please look at the soil. The soil in Cu Chi is clay and sandy because it's located in the middle of the ocean and river. So in the South Vietnam, there are 2 seasons. Dry season and rainy season. And right now we're in dry season. So the soil over here is normal. It's normal. But in rainy season, a lot of mud here. Mud. And when we walk, we leave footprint on the ground. That's why we got soldier. This is soldier didn't wear it normally. They wear it normally. They wear it backward. Backward. Why? For example, you're being soldier. You go this way. The US thing, you go the opposite way. Cannot find out you. So smart. Yeah, very smart. That is walking without footprint. And right now, this one is the signature big soldier. Maybe the people still wear it like him and like big soldier over there. They wear it to save everything. And the US cannot find out you. കാണാനല്ലോ. ടണലല്ല, രാഹുലിന്റെ ടണല് പേടിയാ. ഇവരാരും അങ്ങനെയല്ലോ. എന്താ എന്നെ മാത്രമേ പറയുന്നു. Okay, ladies and gentlemen, we are in military workshop. In the past, they dropped many bombs here, right? And some of them didn't explode because of low quality. So we need to. ഇതാണ് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ റീസൈക്ലിംഗ് പ്രോസസ്സ്. അതായത് US ആർമി ഇടുന്ന ഷെൽസ്, പൊട്ടാത്ത ഷെൽസൊക്കെ എടുത്തിട്ട് അവർ റീസൈക്കിൾ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള വെപ്പൺസും ടൂൾസും ഒക്കെ ഉണ്ടാക്കും. The next one, this is scissor drum. Look at here, a lot of spike. Spike on one side of the drum. That is made by bomb shell over there. And this is fish trap. Inside, it stops the armpit, floating and cannot come up and cannot come down also. Fell down. Stop the armpit. Okay, yeah. This one window trap. Spy on one side of the trap, and it's working like this, and when you fell down, stop your belly. ബെല്ലിയല്ലേ വയറ്റിൽ കുത്തി നിൽക്കും. Okay, and ladies and gentlemen, please look at this one. Look at this one. I'm gonna show you about this. And second part, they connect together here. And when you open the door, it's working like this. Yeah, it fell down and work like this. And when it's working like this, people often keep it by hand.
And they often keep the first part. And when they keep the first part, the second part will hit low body, hit bottom body. That is why during the war they call it no baby draft because you cannot have baby anymore. അങ്ങനെ ടണൽ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സോനിയ ഷോപ്പിലെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കയറി കണ്ട് ഇറങ്ങുകയാണ് ചെയ്തത്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? വിയറ്റ്നാം വാറിൽ യൂസ് ചെയ്തിരുന്ന ഒറിജിനൽ ഗൺസ് ഇല്ലേ, അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളത്, AK-47ഉം M4ഉം. പക്ഷേ ഞങ്ങൾ പോയ ദിവസം M4ൻ്റെ ബുള്ളറ്റ്സ് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ AK-47 യൂസ് ചെയ്തത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ 10 ബുള്ളറ്റാണ് കിട്ടുന്നത്. അതിന് നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് ഓൾമോസ്റ്റ് ഒരു 2000 റുപ്പീസൊക്കെ വരും. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒരു ടിക്കറ്റ് എടുത്തിട്ട് 3-4 പേർക്കും കൂടി ട്രൈ ചെയ്യാമെന്ന്. പക്ഷേ അവരങ്ങനെ അലൗ ചെയ്യില്ല. ഒരു ടിക്കറ്റ് ഒരാൾക്ക് എന്നുള്ള രീതിയിലാണ് അവർ തരുന്നത്. അപ്പോൾ ലൈഫ് ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഇനി വേറെ കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും ടിക്കറ്റ് എടുത്ത് ഷൂട്ടിംഗ് ട്രൈ ചെയ്തു. ഇവിടെ ഉണ്ട് അമ്മ. കൊണ്ടില്ലല്ലോ, കൊണ്ടുവന്ന് തോന്നുന്നു. ഒന്ന് രണ്ടെണ്ണം ഇത് പറഞ്ഞില്ലല്ലോ. ഇല്ല, സൗണ്ടൊന്നും അറിയത്തില്ല. ഗ്യാപ്പിട്ട് Swedish. Actually, try it right at the target. Get your get shot. You get shot. ഇങ്ങനെയല്ലേ? കുഴപ്പമില്ല കേട്ടോ. ഷോൾഡറിലോട്ട് അത്ര വലിയ വേദനിക്കൂല അല്ലേ? ജസ്റ്റ് എൻ്റെ എല്ലാം ടു ഹൈ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു രസത്തിനാണ് പുള്ളി പറഞ്ഞു. എന്തെങ്കിലും കൊണ്ടാ മണ്ണിന്ന് പുക വരുന്ന ഞാൻ കണ്ട്. മറ്റേ വീഡിയോ വെച്ച് നല്ല ഹൈറ്റിലായിരുന്നല്ലേ? വീണപ്പുറത്തെ പറമ്പിലൊക്കെ ഒരിക്കലും കൂടി. ഷൂട്ടിംഗ് കഴിഞ്ഞതോടുകൂടി നമ്മളുടെ ഈ കൂച്ചി ടണൽ ട്രിപ്പ് എൻഡ് ആവുകയാണ്. തിരിച്ച് റിട്ടേൺ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു സ്റ്റോപ്പും കൂടി ഉണ്ടായിരുന്നു. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് വർക്ക്സ് അത് കാണാനും അത് വാങ്ങാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റോപ്പായിരുന്നു അത്. ഇവരിത് എഗ് ഷെൽസും സീ ഷെൽസും ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ നമുക്കങ്ങനെ അത് വാങ്ങാനൊരു മനസ്സ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വിയറ്റ്നാം പോകാനൊരു അവസരം കിട്ടിയാൽ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കൂച്ചി ടണൽ എന്ന് പറയുന്നത്. പിന്നെ ഷൂട്ടിങ്ങും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ സജഷൻ. കാരണം അത് ഭയങ്കര ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ തുടർന്നും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.